ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ചീസി റവ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ തന്നെ ഇട്ടിട്ടുള്ള പേരാണിത്. അപ്പോൾ കുറച്ച് ചീസ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 2 കപ്പ് വെള്ളം ആദ്യം നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തത്. ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മാവ് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പാകത്തിൽ നമുക്കിത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇനി നമുക്കൊരു ചട്നി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കാം. ഒരു 3 സ്ലൈസ് ബ്രെഡ് പൊടിച്ചെടുത്താണിത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റവ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് ചീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മുടെ ചട്നിയും വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചട്നി അങ്ങനെ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചീസ് ഉണ്ടായപ്പോൾ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തേങ്ങ, പഞ്ചസാര, അതുപോലെ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഉള്ളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഓയിലാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ സ്വീറ്റിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. കാരണം നമ്മൾ റവയിലാണല്ലോ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കില്ല. പിന്നെ നമ്മൾ മുട്ടയുടെ മിക്സ്ചറിലും ബ്രെഡിലും ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ ഉള്ളിലേക്ക് ആയില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള നമ്മുടെ
റവ ചീസി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ സോസ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.